അസ്സലാമു ഹായ് ഹലോ എല്ലാവർക്കും ഫഹദൂഫ 2 ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ എഗ് ദോശയാണ്. അതിന് വേണ്ട സാധനങ്ങൾ ദോശമാവ്, ഒരു മുട്ട, ഒരു സവാള, ഒരു ക്യാരറ്റ്, ഒരു പച്ചമുളക് എന്നിവയാണ്. കുറച്ച് ദിവസം ലൈവ് ഉണ്ടാവില്ല. എല്ലാവരും എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് തരണേ. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം. ഈ സവാളയും ക്യാരറ്റും പച്ചമുളകും ഒന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം. അപ്പോൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ അരിഞ്ഞെടുത്തത് നമുക്ക് അവിടെ ഇരിക്കട്ടെ. മാവിൽ ഞാൻ നേരത്തെ സോഡാപ്പൊടിയും ഉപ്പും എല്ലാം ഇട്ട് വെച്ചതാണ് ഓൾറെഡി. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഒരു മുട്ട നമുക്ക് ഈ മാവിലേക്ക് പൊട്ടിച്ച് ഒഴിക്കാം. ഈ മുട്ട നന്നായി ഒന്ന് ഈ മാവിൽ മിക്സാക്കി എടുക്കണം. നമ്മൾ മുട്ടയൊക്കെ പൊരിക്കുമ്പോൾ നല്ലതുപോലെ മുട്ട ഉടച്ച് നമ്മൾ കലക്കിയെടുക്കില്ലേ, അതേപോലെ ഈ മാവിനകത്തോട്ടിട്ട് മിക്സാക്കി നല്ലതുപോലെ അതോട് യോജിപ്പിച്ച് ചേർത്തെടുക്കണം. ഫോണും പിടിച്ച് മാവ് കലക്കാൻ പാടാണ് കേട്ടോ ഗൈസ്. അങ്ങനെ ഞാൻ ഫ്രൈ പാൻ ഗ്യാസിൽ വെച്ച് ഇതൊന്ന് ചൂടാകട്ടെ. ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് നെയ്യ് തടവി കൊടുക്കാം. നെയ്യിട്ട് ഞാൻ നെയ്യ് തടകാറില്ല. ഞാൻ ഫ്രൈ പാനെടുത്തൊന്ന് ചുറ്റിച്ച് എല്ലാ ഭാഗത്തും എത്തിക്കാറാണ് ചെയ്യാറ് ദോശ ചുടുന്ന സമയങ്ങളിൽ. ദോശയായാലും മുട്ടയായാലും എല്ലാം. കല്ല് ചൂടായി വരുന്നുണ്ട്. നമുക്കിതിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം. 2-3 സ്പൂൺ ഒഴിക്കാനായിട്ടാ. എന്ന് വെച്ചാൽ ഈ ഫ്രൈ പാനിൽ വലുതായിട്ടൊന്ന് ചുട്ടെടുക്കാമല്ലോ എന്ന് വിചാരിച്ചു ദോശ. മാവ് ചുറ്റിച്ച് എല്ലാ സ്ഥലങ്ങളിലും എത്തിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ്, സവാള, പച്ചമുളക് എന്നിവ വിതറി കൊടുക്കാം ഇതിലേക്ക്. ഒന്ന് മൂത്ത് വരട്ടെ. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റും മണവുമായിരിക്കും ദോശയ്ക്ക്. അപ്പോൾ ദോശ ഇതാ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിന് കുറച്ച് നെയ്യും കൂടെ ഇട്ട് കൊടുക്കാം. നെയ്യോ ബട്ടറോ ഉണ്ടെങ്കിൽ ഇതിലിട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ആ ദോശ മറിച്ചിട്ടിട്ടുണ്ട്. ഇപ്പം തന്നെ നല്ല മണം വരുന്നുണ്ട്, ആ മുട്ടയും കൂടെ ചേർത്തത് കൊണ്ടേ. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കാലത്തെ കുട്ടികൾക്ക് ചായയുടെ കറി ഇല്ലെങ്കിലും നമുക്ക് കുട്ടികൾക്ക് രാവിലെ ചായയോടൊപ്പം കൊടുക്കാൻ നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണിത്. നൈസാണ്, നല്ല കട്ടി കുറവാണ്, തൊടുമ്പോൾ തന്നെ കീറിപ്പോണം. ഒരു ദോശയ്ക്കും കൂടെ നമുക്കതിലിട്ട് ഒഴിക്കാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതും ചെയ്തെടുക്കാം. ഇതിന് മുകളിൽ നമ്മൾ ക്യാരറ്റ്, സവാള, മുളക് അരിഞ്ഞു വെച്ചത്, മല്ലിയില എല്ലാം ഇട്ട് കൊടുക്കണം. അപ്പോൾ ദോശ തൂത്തിട്ടുണ്ട്, നമുക്ക് മറിച്ചിടാം. നല്ല പൂ പോലെ ഇളവി വരും കേട്ടോ. കട്ടി കുറവായതുകൊണ്ട് തന്നെ തിന്നാനും നല്ല ടേസ്റ്റാണ് ഈ ദോശ. ക്യാമറ പിടിച്ച് വേവിക്കും കൂടി ചെയ്യുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കൂ ഗൈസ്. അപ്പോൾ ദോശ ഇതാ റെഡി ആയിട്ടുണ്ട്. ഇന്ന് സൈഡ് ഡിഷായിട്ട് ഞാൻ ഇന്ന് തക്കാളി ചട്ടിനിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് തക്കാളി ചട്ടിനി, മയോണീസ് ഒക്കെ കൂട്ടി കഴിക്കാൻ നല്ലതാണ്. ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ വെറുതെ കഴിക്കാനും നല്ലതാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ. മാത്രമല്ല ഈ ഫുഡൊന്ന് നിങ്ങൾ ഉണ്ടാക്കി കഴിച്ച് നോക്കുകയും വേണം. ഓക്കെ, ബൈ ബൈ, ടാറ്റാ.